നമ്മൾ നേരെ പോകുന്നത് ആനയടിക്കുത്ത് വാട്ടർഫോളിലേക്കാണ് കേട്ടോ. നമ്മൾ 8-9 മണിയോടെയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴി നല്ലൊരു നെയ്റോസ്റ്റ് കഴിച്ചു. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളൊക്കെ പോവാണ് കേട്ടോ. 5 അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അമ്മ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ബിബിൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം ഡ്രൈവിങ്ങിലാണ് കേട്ടോ. ആനയടിക്കുത്ത് വാട്ടർഫോളിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാട്ടിൻ്റെ അകത്തൂടിയാണ് നമ്മൾ ആനയടിക്കുത്ത് വാട്ടർഫോളിലേക്ക് പോകുന്നത്. ഗൈസ് തളർന്നു പോയി ഗൈസ്. ഞങ്ങളിവിടെ തളർന്നു നിൽക്കുകയാണ്. ബിബിനും കൊച്ചും കൂടി എങ്ങനെയൊക്കെയോ കയറിപ്പോയി. ഞങ്ങൾ ഇത്രയും പേര് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കയറാൻ പറ്റുമെന്ന്. പക്ഷേ നല്ല സ്ലോപ്പാ. കാലിൻ്റെ മസിലൊക്കെ കയറി പിടിക്കുന്നത് പോലെ. നമ്മൾ ഈ ടൈമിൽ വന്നതുകൊണ്ട് തന്നെ ആദ്യം ഇച്ചിരി വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ. തെങ്ങിയിരുന്ന് കളിക്കുന്നുണ്ട്. അവൾക്ക് പോലും മുങ്ങാനത്രയുള്ള വെള്ളം പോലും ഇല്ല. പിന്നെ കുറച്ചങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇത്തിരി ഒരാഴുണ്ട്. എന്നാലും നമ്മൾ നോർമലി ഇവിടെ വരുന്നതിനെ അപേക്ഷിച്ച് വെള്ളം വളരെ കുറവാണ് കേട്ടോ. വെള്ളമില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ തീർന്നിട്ടോ. അവിടെ നിന്ന് ചറപറ ഫോട്ടോസ് എടുത്തു. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് തൊമ്മൻകുത്ത് വാട്ടർഫോളിലേക്കാണ് കേട്ടോ. തൊമ്മൻകുത്ത് വാട്ടർഫോളാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടാകില്ല എന്നുള്ളത് അറിയില്ല കേട്ടോ. വെള്ളം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നടക്കുകയാണ്. ഇത് മൊത്തം കാടാണ് കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ തൊമ്മൻകുത്ത് വാട്ടർഫോളിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ അവിടെ മീൻ കൊത്തണമെന്ന് പറഞ്ഞിട്ട് നീ അതേ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഹായ് പറഞ്ഞേ. നീക്ക് മീൻ കാലിൽ കൊത്തുന്നെന്ന് പറഞ്ഞ മുകളിൽ കയറി ഇരിക്കാം. നീയാ ഇവിടെ നോക്കി ഹായ് പറഞ്ഞേ. ആനയടിക്കുത്ത് വാട്ടർഫോൾ അപേക്ഷിച്ച് ഇവിടെ നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കളിക്കാനൊക്കെ അത്യാവശ്യം ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് 5 മണിയോടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി വിസിറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്